എക്സാം ടെൻഷനിലാണോ? എന്തിനാണ് ടെൻഷൻ? എന്തിനാണ് നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യം? വെൻ എഡ്യൂപോർട്ടേഴ്സ് ഹിയർ, നമ്മുടെ ടീച്ചേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഇവിടെയുണ്ട്. എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പറഞ്ഞു തരാൻ ഇവിടെയുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ എന്തിനു ടെൻഷൻ അടിക്കണം? നമ്മൾ ഉറപ്പ് തരികയാണ്, നിങ്ങൾ ഈ എക്സാമിൽ തീർച്ചയായിട്ടും A+ വാങ്ങിയിരിക്കും. എല്ലാ സബ്ജക്റ്റിലും നമ്മൾ ഒന്നിച്ചിരുന്നിട്ട് ഫുൾ മാർക്സ് തന്നെ വാങ്ങിയിരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാണ്. ഏതൊക്കെ രീതിയിലായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് ചോദ്യങ്ങൾ ചോദിക്കുക, ഏതൊക്കെയായിരിക്കും കൂടുതലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഓരോ ചാപ്റ്റർ വൈസും ആണ് ഈ ഒരു സെഷനിൽ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ചെവികളൊക്കെ കൂർപ്പിച്ച് കൃത്യമായിട്ട് കേൾക്കുക. നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ചാപ്റ്റേഴ്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മുടെ ഭൂമി കഥയും കാര്യവും, എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റിയിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ലാറ്റിറ്റ്യൂഡ്സിനെയും ലോഞ്ചിറ്റ്യൂഡ്സിനെയും കുറിച്ച്. ഓക്കെ, അപ്പൊ ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദാ ഹൊറിസോണ്ടൽ ലൈൻസ് ആണ്, ഹൊല. ഓക്കെ, ഇതാണ് നമ്മളെ കോഡ് അല്ലേ? അപ്പൊ കോഡ് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവാത്തവർ എന്ത് ചെയ്യാ, നമ്മുടെ ലൈവ് വീഡിയോസ് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ വെർട്ടിക്കൽ ലൈൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെലോ. വെർട്ടിക്കൽ ലൈൻസിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് വിളിക്കുന്നു. അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളെയും കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻസ് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങൾ അത് എന്ത് ചെയ്യേണ്ടി വരും, മാർക്ക് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്താണ്, ഒരു ഭൂമിയെ തന്നിട്ട് അതിൽ ഓരോ ലൈൻസ് നമ്മളോട് മാർക്ക് ചെയ്യാനായിരിക്കും പറയാം. ഇക്വേറ്റർ എവിടെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ എവിടെ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എവിടെ, നമ്മുടെ അന്റാർട്ടിക് വൃത്തം എവിടെ, അതേപോലെ ഉത്തരായന രേഖ എവിടെ എന്നൊക്കെ ചോദിക്കും. അത് നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് ചെയ്തിരിക്കണം. റെഡി ആണോ? സെറ്റ് ആണോ? ഓക്കെ, സോ ലൊക്കേറ്റ് ദ പൊസിഷൻ ബേസ്ഡ് ഓൺ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, എർത്ത് മിത്ത് ആൻഡ് റിയാലിറ്റി എന്ന ചാപ്റ്ററിൽ നിന്ന് പഠിക്കാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ വൈവിധ്യങ്ങളുടെ ലോകം അല്ലെ, വേൾഡ് ഓഫ് ഡൈവേഴ്സിറ്റിയിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് ഒയാസിസ് എന്താണെന്ന്, മരുപ്പച്ചകൾ എന്താണ്. യെസ്, നമ്മുടെ ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ നടുവിലായിട്ട് ചില പ്രദേശങ്ങൾക്ക് നമുക്ക് കുറച്ച് വെള്ളം കാണാം. ആ വെള്ളമുള്ള പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒയാസിസ് എന്ന് വിളിക്കുന്നത്, മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ഈ ഒരു സെഷനിൽ ചോദിക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെന്റ് ക്ലൈമാറ്റിക് റീജിയൻസ് ആണ്. ഓരോ കാലാവസ്ഥ മേഖലയുടെയും ഫീച്ചേഴ്സ് എന്താണെന്ന്. ഓക്കെ, അപ്പൊ 3 മേഖലകൾ നമുക്കുണ്ട്. തുന്ദ്ര ഉണ്ട്, പിന്നെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്, മൂന്നാമതായിട്ട് ഹോട്ട് ഡെസേർട്സ് ഉണ്ട് അല്ലെ, ക്ലൈമാറ്റിക്, പിന്നെ ഹോട്ട് ഡെസേർട്സ്, ഉഷ്ണ മരുഭൂമികളും ഉണ്ട്. അപ്പൊ ഈ 3 ഏരിയകളുടെയും ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് നോക്കി വെക്കണം കേട്ടോ. ഒരു മിനിമം ഒരു 3 പോയിന്റ് എങ്കിലും ഓരോ ഏരിയാസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പിഗ്മീസിനെ കുറിച്ചാണ് അല്ലെ. പിഗ്മീസിന്റെ ഫീച്ചേഴ്സ് എന്താണ്, സവിശേഷതകൾ എന്താണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ അവരുടെ ആ കുറഞ്ഞ ഹൈറ്റും പിന്നെ അവരുടെ ഡ്രസ്സ് എങ്ങനെയാണെന്നും അവരെന്തൊക്കെയാണ് കഴിക്കാറുള്ളത് എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ പോയിന്റ് ആയിട്ട് ചെയ്തിടണം. ഇതൊക്കെ നമ്മുടെ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനിയും ഡൗട്ട് ഉള്ളവർ എന്ത് ചെയ്യുക, നമ്മുടെ ലൈവ് സെഷൻസ് വാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഡെസേർട്ടുകൾ മാർക്ക് ചെയ്യാൻ. അപ്പൊ ഏഷ്യയിൽ നമുക്ക് ആരൊക്കെയുണ്ട്, അറേബ്യൻ ഡെസേർട്ടും താർ ഡെസേർട്ടും ഉണ്ട്. ആഫ്രിക്കയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സഹാറ ഡെസേർട്ടും കലഹാരി ഡെസേർട്ടും ഉണ്ട്. നോർത്ത് അമേരിക്കയിൽ മുകളിലായിട്ടല്ലേ മൊഹേവ്, മുകളിൽ എന്ന് പറയുമ്പോൾ മൊഹേവ് വരണം. അറ്റത്ത് സൗത്ത് അമേരിക്കയിൽ ആരാണ്, അറ്റക്കാമയാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഡെസേർട്സിന്റെ ഒക്കെ പേര് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി ഇതാ അടുത്ത ചാപ്റ്ററിലേക്ക് പോവുകയാണ്. മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും, മിഡീവൽ ഇന്ത്യ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക? യെസ്, വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻ ഓഫ് അറബ് ആൻഡ് ചൈനീസ് ഡ്യൂറിംഗ് മിഡീവൽ പീരീഡ്. ഓക്കെ, മിഡീവൽ പീരീഡില് യെസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്, അറബിന്റെയും ചൈനീസിന്റെയും കോൺട്രിബ്യൂഷൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ മിഡീവൽ വേൾഡിൽ നിന്നാണ് കേട്ടോ. മിഡീവൽ വേൾഡ്, മധ്യകാല ലോകത്ത് നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആരുടെയൊക്കെയാണ്, അറബ്സിന്റെയും ചൈനീസിന്റെയും കോൺട്രിബ്യൂഷൻസ് എവിടെ, മിഡീവൽ പീരീഡിൽ യൂറോപ്പിൽ എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഇനി മിഡീവൽ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ദാ ഈ ഒരു ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ട്രിക്ക് അടക്കം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഷോർട്സിലാണെങ്കിലും വീഡിയോസിലാണെങ്കിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, നിങ്ങൾ ആ കോഴ്സിലൂടെ ഇതൊന്ന് പഠിച്ചു വെക്കാം. സെറ്റ് ആണോ? യെസ്. ഓക്കെ, ഇനിതാ നമ്മുടെ
മധ്യകാല ലോകം നോക്കുകയാണെങ്കിൽ മധ്യകാല ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റീസിനെ കുറിച്ച് പഠിക്കാനുണ്ട് അല്ലെ. ഓരോ രാജ്യങ്ങളുടെയും പ്രശസ്തമായ കുറച്ച് യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇറ്റലി, സ്പെയിൻ, ഫ്രാൻസ്, ഇംഗ്ലണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഓരോ യൂണിവേഴ്സിറ്റീസും പഠിക്കണം. ഓക്കെ, മറ്റൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ പിരമിഡ് ഷേപ്പിലുള്ള ഹൈറാർക്കി സിസ്റ്റം അല്ലേ. അപ്പൊ മേലെ നമുക്ക് ആരാണുള്ളത്? സുപ്പീരിയർ പവർ ആയിട്ട് കിങ്, അതിന് താഴെ ലോർഡ്സ്, പിന്നെ ലെസർ ലോർഡ്സ്, പിന്നെ കർഷകർ, ഫാമേഴ്സ് ആണുള്ളത്. രാജാവ്, പ്രഭുക്കന്മാർ, പിന്നെ ഇടപ്രഭുക്കന്മാർ, പിന്നെ കർഷകർ എന്ന രീതിയിലുള്ള ഹൈറാർക്കി സിസ്റ്റം കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ വാട്ട് ആർ ദ കോൺട്രിബ്യൂഷൻസ് ഓഫ് അറബ് ആൻഡ് ചൈനീസ് ഡ്യൂറിംഗ് ദ മിഡീവൽ പീരീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഇല്ലേ, അത് മിഡീവൽ വേൾഡിലുള്ള കേട്ടോ. അറബ്സിന്റെയും ചൈനീസിന്റെയും കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് കൂടെ ഈ ഒരു ചാപ്റ്ററിന് നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമ്മുടെ മധ്യകാല കേരളം, മിഡീവൽ കേരളം എന്ന ചാപ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പല ആർട്ട് ഫോംസ് പഠിച്ചില്ലേ. അപ്പൊ ഈ ഒരു ആർട്ട് ഫോംസിന്റെ പിക്ചേഴ്സ് ഒക്കെ കാണിക്കും, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം ഏതൊക്കെ ആർട്ട് ഫോം ആണിതെന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. തെയ്യമുണ്ട്, കഥകളിയുണ്ട്, ഓട്ടം തുള്ളലുണ്ട്, കൂട്ടിയാട്ടമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ഇത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ടെമ്പിൾ ആർട്സ് ആയിട്ടും റിച്വൽ ആർട്സ് ആയിട്ടും നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ടെമ്പിൾ ആർട്സ് ആയിട്ടും റിച്വൽ ആർട്സ്, കഥകളിയും കൂടിയാട്ടം ഒക്കെ അതെന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാം? പഠിച്ചു വെക്കാം. ഓക്കെ, പിന്നെ സ്റ്റേജസ് വെയർ ടെമ്പിൾ ആർട്സ് ആർ പെർഫോം. ഓക്കെ, കൂത്തമ്പലം അല്ലേ. അപ്പം ഇതുകൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. സെറ്റ് ആണോ? ഓക്കെ, അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓരോ ചാപ്റ്ററിൽ ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ മിസ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരും മിസ് ഔട്ട് ചെയ്യരുത്. നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തിട്ട് മാത്രം നമ്മുടെ എക്സാമിന് പോയിട്ട് എക്സാം ചെയ്താ. റെഡി? സെറ്റ് ആണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തിരിക്കും? വി ക്യാൻ, ഐ ക്യാൻ എന്ന് പറയണമെന്ന് മിസ് പറഞ്ഞിരുന്നു അല്ലെ. യെസ്, അപ്പം മിസ് പറയാണ് വി ക്യാൻ. നമ്മളൊരു ഫാമിലി അല്ലേ, അപ്പൊ നമുക്ക് പറ്റും. നമ്മൾ എന്ത് ചെയ്യും? ഈ എക്സാം അടിച്ചു പൊളിച്ച് തന്നെ അടിപൊളിയായിട്ട് മാർക്ക് വാങ്ങിയിട്ട് എഴുതിയിരിക്കും. സെറ്റ്? അപ്പൊ ഓൾ ദി ബെസ്റ്റ്.